എപ്പോഴാ വന്നേ? കാറിന്റെ ശബ്ദം കൂടെ കേട്ടില്ലെന്നേ. ഓമാച്ചൻ വെളുപ്പിന് ഇറങ്ങിയതാണേ. ഒരു പാചകക്കാരി അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് ആഴ്ച 2 ആരും കിട്ടാതായപ്പോ നമ്മുടെ ജാനുവിനെ തന്നെയെന്ന് കണ്ടു. ആദ്യം അവളൊന്ന് മടിച്ചു. അന്ന് ആ കാലമാടന്മാർ ഓടിച്ച ഓട്ടം ഇന്നും അവള് മറന്നിട്ടില്ല. പിന്നെ എന്റെ നിർബന്ധം കൊണ്ട് അനിയത്തി വിടാവുന്നേറ്റു. ഇഷ്ടമായില്ലെങ്കിൽ എടുത്ത് മാറ്റാം. വേണ്ട. ഹീറ്റർ ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ദാന്ന് പറയുമ്പോഴേക്കും തോമച്ചൻ റെഡിയാക്കാം. എന്തെങ്കിലും. ഓ, പുഴകൾ, പൂക്കൾ, കുന്നിൻ ചെരുവുകൾ, ഇതൊക്കെ എന്റെ ഒരു വീക്ക്നെസ്സാണ്. പിന്നെ ക്യാമറ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. ഏർലി 40s എന്റെ ഗ്രാൻഡ് മദറിന് സായിപ്പ് സമ്മാനിച്ചതാണ് ഈ ബംഗ്ലാവ്. കാര്യം കണ്ട ശേഷം ഇഷ്ടദാനം കൊടുത്ത സായിപ്പ് അങ്ങ് സ്ഥലം വിട്ടു. എന്റെ മമ്മി സത്യത്തിൽ അവരൊരു ക്രോസ് ബ്രീഡാണ്. കാശ് മോഹിച്ച ഡാഡി മമ്മിയെ കെട്ടിയത്. ഡാഡി ഇവിടെ വന്ന് ഒരുപാട് വിലസിയിട്ടുണ്ട്. എനിവേ, ലവ്ലി പ്ലേസ്. തന്നെ പോലൊരു പൊടിവട്ട് കേസുകൾക്കൊക്കെ പറ്റിയ സ്ഥലം. എവിടെ നോക്കിയാലും ഇൻസ്പിറേഷൻ. ഈ വക സൗന്ദര്യമൊക്കെ ആസ്വദിക്കണമെങ്കിൽ കുറച്ചൊരു നിഷ്കളങ്കതയൊക്കെ വേണം. അതെല്ലാം എന്നേ കൈമോശം വന്നു. കേൾക്കൊന്നു കരുതിയിട്ടല്ല, എങ്കിലും പറയാണ്, ഈ മതിലുകൾക്ക് പുറത്തേക്ക് എന്നെ നിർബന്ധിക്കരുത്. യാത്ര തിരിച്ചപ്പോഴേ ഞാൻ നോട്ട് ചെയ്തു. ഈ സ്ഥലത്തെ പറ്റി പറഞ്ഞപ്പോ എന്താ പെട്ടെന്ന് മൂടിയായത്? എന്റെ ജീവിതത്തിന്റെ താളപ്പിഴകൾക്ക് അത്രയും സാക്ഷ്യം വഹിച്ച നാട്. ഇല്ല ജെയിംസ്, ഈ നാട്ടുകാരെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം എനിക്കില്ല. ഡോണ്ട് ബി സില്ലി. ഇന്നലെയെ കുറിച്ചോർത്തുള്ള ദുഃഖം, നാളെയെ കുറിച്ചുള്ള ആങ്സൈറ്റി ഇന്നിന്റെ മൂഡ് നശിപ്പിക്കരുത്. എൻജോയ്. ഒമർ ഖയാമിനും ശിഷ്യന്മാർക്കും ഇപ്പോൾ നമുക്കും. Cheers. തോമച്ചാ, ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. ആരെങ്കിലും ഫോൺ ചെയ്തെന്ന് വരും, എടുക്കണ്ട. അല്ലെങ്കിൽ എടുത്തോളൂ, ഞാനിവിടെ ഉള്ളതായി പറയണ്ട. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പോയാ പോരെ? വേണ്ട, ഞാൻ വന്നിട്ട് കഴിച്ചോളാം. ഓരോരുത്തരുടെ ഭാഗ്യം തെളിയുന്നത് എപ്പോഴാന്ന് ആർക്കാ പറയാൻ കഴിയാ? ദോഷം പറയരുതല്ലോ, നല്ല മനസ്സാ. ഇപ്പതാ ഇത്രയും വലിയ ബംഗ്ലാവും സ്വത്തുക്കളും സ്വന്തമായി. കർത്താവിന്റെ അനുഗ്രഹം നല്ല പോലുണ്ട്.
കരയാതെ കുട്ടി. പടച്ചോൻ വിളിച്ച് ആരായാലും പോകാതിരിക്കാൻ പറ്റുമോ? എല്ലാം വിധി നോർത്ത് സമാധാനിക്ക്. ഇപ്പോഴാണ് ഞാൻ വിവരം അറിഞ്ഞത്. നിങ്ങൾ എന്തിനിവിടെ വന്നു?